വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ സർവകക്ഷി യോഗം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്തു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് പി.ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം വിളിച്ചുകൂട്ടിയത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ സർവകക്ഷി യോഗം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്തു. പ്രധാനമായും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക, കൂടാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പ്രചരണം സംഘടിപ്പിക്കുക എന്ന ഉത്തരവിൻ പ്രകാരമാണ് സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടിയത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് പി.ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെയും 1994 കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെയും സമ്മതിദായകരുടെ രജിസ്ട്രേഷൻ ചട്ടങ്ങളിലെയും വ്യവസ്ഥകൾക്ക് അനുസൃതമായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി വോട്ടർ പട്ടിക പുതുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നമ്മൾ വോട്ടർ പട്ടിക 23-ാം തീയതി നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനുള്ള ആക്ഷേപങ്ങൾ ക്ഷണിക്കുന്നതിനും പിന്നെ പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തുന്നതിനും ഈ ഇലക്ഷൻ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള പബ്ലിസിറ്റി നൽകുന്നതിനുമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ മീറ്റിംഗ് വിളിക്കണമെന്ന് ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് വോട്ടർമാരെ ഉൾപ്പെടുത്തുന്നതിന് ഫോറം നമ്പർ 4, വോട്ടർമാരെ ഒഴിവാക്കുന്നതിനുള്ള ആക്ഷേപങ്ങൾ ക്ഷണിക്കുന്ന ഫോറം നമ്പർ 5, ഉൾക്കുറിപ്പുകളിലുള്ള മാറ്റങ്ങൾ സംബന്ധിച്ച് ഫോറം നമ്പർ 6, അതുപോലെ തന്നെ വാർഡുകളിൽ നിന്നുള്ള മാറ്റങ്ങൾ, ഈ സ്ഥാന മാറ്റത്തിനുള്ള അപേക്ഷകൾ ഫോറം നമ്പർ 7 എന്നിങ്ങനെ ഫോറങ്ങൾ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ മീറ്റിംഗിൽ നിന്നിവിടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ളത്. CPIM പ്രതിനിധികൾ, കോൺഗ്രസ് ഭാരവാഹികൾ കൂടാതെ മറ്റ് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ആക്ഷേപങ്ങളും അപേക്ഷകളും അടുത്ത മാസം 7-ാം തീയതി വരെ സ്വീകരിക്കും. 30-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.